സോ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്താണെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഐ എം ഗോയിങ് ടു സ്പീക്ക്. നമ്പർ 1, ഇമോഷണൽ എക്സോഷൻ. ഇറ്റ്സ് ലൈക്ക് ഇവരുടെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രെഡ്മില്ലിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ആയിരിക്കും. നമ്മളെപ്പോഴും നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരെ ആയിട്ട് ആർഗ്യുമെന്റിൽ പെട്ടുകൊണ്ടിരിക്കുന്നു, അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓരോന്നിനും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ലിറ്ററലി നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്. ഞാൻ ഇതിലുള്ള വിക്ടിംസ് കൂടുതലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ആയി, ഞാൻ ലൈഫ് മടുത്തു, എനിക്കിനി ഒന്നിനുള്ള എനർജി ഇല്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ആൻഡ് നമ്പർ 2, ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം. കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നാർസിസ്റ്റിക് പേഴ്സൺ നിങ്ങളെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് കളഞ്ഞ് നിങ്ങളെ ഇങ്ങനെ തരം താഴ്ത്തി എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ തന്നെ ഡൗട്ട് ചെയ്യാണ്, ഞാൻ നല്ലതല്ല, അതുകൊണ്ടായിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും എൻ്റെ അടുത്ത് പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കാം. ആൻഡ് ഇവഞ്ച്വലി ഇതിങ്ങനെ നിരന്തരം കേട്ട് നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉള്ളതൊക്കെ പോയി. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ആ ആളുടെ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ടും ആ ആൾ പറയുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോകുന്നു. ആൻഡ് അങ്ങനെ ജീവിച്ച് നിങ്ങളുടെ സമയം കളയാതിരിക്കാനാണ് ഐ എം ഹിയർ ടു ഗിവ് സം അവയർനെസ് ആൻഡ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ലെറ്റ്സ് ഓൾ മേക്ക് എ ചേഞ്ച് ആൻഡ് ലെറ്റ്സ് എക്സ്പോസ് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ആൻഡ് ഹൈപ്പർ വിജിലൻസ്. ഇറ്റ്സ് ലൈക്ക് എപ്പോഴും അവരൊരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യും, നിങ്ങളെപ്പോഴും ഇങ്ങനെ നിങ്ങളെപ്പോഴും ചുറ്റുമുണ്ട് എന്നുള്ളൊരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പേടിയായിരിക്കും ഇവരോട് എങ്ങനെ പെരുമാറണം, ഇവരുടെ അടുത്ത് എന്ത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം. ഇറ്റ്സ് ലൈക്ക് വാക്കിംഗ് ഓൺ എൻ എഗ്ഷെൽ. എപ്പോഴും നിങ്ങളിങ്ങനെ എപ്പോഴും നിങ്ങളിങ്ങനെ വെറിഡ് ആയിരിക്കും, ഇപ്പോൾ ആളുടെ അടുത്ത് പോകാൻ പാടില്ല, ഇയാളോട് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈവൻ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും വിളിക്കാൻ നിങ്ങൾക്ക് അത്രയും പേടിയായിരിക്കും. ഇങ്ങനെ സ്ഥിരം ജീവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു പാനിക് അറ്റാക്സും എന്തെങ്കിലും ഒന്ന് കാര്യം തുറന്ന് സംസാരിക്കാൻ പോലുള്ള ഒരു ആങ്സൈറ്റി ലൈഫ് ലോങ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ തന്നെ ആ ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്ന ഒരു സംഭവമാണ്. അടുത്തെന്ന് പറയുന്നത് ഡിപ്രഷൻ ആൻഡ് ഹോപ്പ്ലെസ്നെസ്. നേരത്തെ പറഞ്ഞ സംഭവം ലവ് ബോംബിംഗ്. നിങ്ങൾ ഓവർ ദ ടോപ്പ് എഫെക്ഷൻ ഒക്കെ തന്നെ അത്രയും സ്നേഹിച്ചിട്ട് പിന്നെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അബ്യൂസ് ചെയ്യുക, നിങ്ങളെ വേദനിപ്പിക്കുക, നിങ്ങളോട് മിണ്ടാണ്ടിരിക്കുക, അതൊക്കെ ചെയ്തിട്ട് അടുത്തത് വീണ്ടും ക്ഷമ ചോദിച്ച് വീണ്ടും പഴയ ലവ് ബോംബിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളൊരു ട്രാപ്പിലാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് അവിടെ ഒരു എസ്കേപ്പ് ഇല്ല. സോ നിങ്ങൾ ബേസിക്കലി ഒരു ടോക്സിക് ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്, അത് ആരും ആയിക്കോട്ടെ, പാർട്ട്ണർ ഓർ കൊലീഗ് ഓർ ബെസ്റ്റ് ഫ്രണ്ട് ഓർ പേരൻസ് ഓർ ചിൽഡ്രൻ, നോ മാറ്റർ വാട്ട്, നിങ്ങൾ ഇതിലിങ്ങനെ പെട്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പെട്ടിരുന്നിരുന്ന ഇവഞ്ച്വലി നിങ്ങൾ ഡിപ്രസ്ഡ് ആവുകയാണ്. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു 80% സൂയിസൈഡൽ കേസസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബ്യൂസിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടെ വിക്ടിംസിന്റെ കാര്യം പറയുമ്പോൾ. സോ അഗെയിൻ ദാറ്റ് ഇസ് ദ മോസ്റ്റ് വേർസ്റ്റ് ഇമ്പാക്ട് സംബഡി ക്യാൻ ഹാവ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ്, ആൻഡ് അടുത്തതാണ് കൺഫ്യൂഷൻ ആൻഡ് സെൽഫ് ഡൗട്ട്. നേരത്തെ പറഞ്ഞ ഗ്യാസ് ലൈറ്റിംഗ് സംഭവം. എന്തെങ്കിലും ഒരു കള്ളം നമ്മൾ അവരെ ചൂണ്ടിക്കാണിക്കും, അല്ല നിന്റെ പ്രശ്നം കൊണ്ട് എങ്ങനെ സംഭവം വന്നതെന്ന് നിങ്ങളോട് ഇങ്ങനെ എല്ലാ ഇൻസിഡന്റ് വരും അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇവഞ്ച്വലി നമ്മളുള്ള ട്രസ്റ്റ് ഒക്കെ പോയിട്ട് അവർ പറയുന്നത് വിശ്വസിക്കുക, അവർ പറയുന്നതാണ് ശരി, നമ്മുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻസ് ആണ് മെയിൻ തിങ്. ആൻഡ് അടുത്ത സംഭവമാണ് ഐസൊലേഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, അല്ലെങ്കിൽ പ്ലീസ് ഗോ ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ. ട്രയാംഗുലേഷൻ ആൻഡ് സ്മിയർ ക്യാമ്പയിൻ. ആൾക്കാരിലൊക്കെ ഇടപെട്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള ഐഡന്റിറ്റീനൊക്കെ വളരെ മോശമാക്കി പറഞ്ഞിട്ട് ബേസിക്കലി നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, നിങ്ങളുടെ ആൾക്കാരൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നു, നിങ്ങൾ ഒറ്റ ആൾക്കാരൊക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ബേസിക്കലി ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാലും എടുത്താലും ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണെ അപ്പുറത്തുള്ളൂ, വേറെ ആരും നിങ്ങൾ വിചാരിച്ചിരുന്ന ആൾക്കാർ ആരുമില്ല, അവരൊക്കെ ഈ ആൾ അകറ്റിക്കളഞ്ഞു, ആളില്ല ഇനി. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പിന്നെയും വൾണറബിൾ ആവാണ്, നിങ്ങളെ കൊണ്ട് ഇത് പറ്റുന്നില്ല, ആ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ്. യെസ്, ഈ സ്ട്രെസ് ഇങ്ങനെ കൂടി നിങ്ങളെ മൈൻഡിനെ മാത്രമല്ലല്ലോ ബാധിക്കണേ, നിങ്ങളുടെ ഉറക്കത്തിനെ അത് ബാധിക്കുന്നു, നിങ്ങളെ ഇമോഷൻസിനെ അത് ബാധിക്കുന്നു, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിനെ അത് ബാധിക്കുന്നു, BP ഇഷ്യൂസ് വരുന്നു, വെയിറ്റ് ഫ്ലക്ച്വേഷൻസ് വരുന്നു, ലോട്ട് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് വരുന്നത്. നിങ്ങൾ പോലും അറിയുന്നില്ല, നിങ്ങളതിനെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലായിട്ടായിരിക്കും നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത്, എനിക്ക് എന്താണ് ഇത്ര അസുഖങ്ങൾ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു സംഭവമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ട്രോമ ബോണ്ടിങ്. ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ. ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഒരു ദിവസം നല്ലോണം പെരുമാറും, അടുത്ത ദിവസം മോശമായി പെരുമാറും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആളുടെ അടുത്ത് നിന്ന് രക്ഷയില്ല, ആൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയില്ല. ഇറ്റ്സ് ലൈക്ക് ഗാംബ്ലിംഗ്. ഒരു ദിവസം സ്നേഹം തന്ന് നിങ്ങളെ ഇങ്ങനെ മൂടും ലൈക്ക് എ റിവാർഡ്, അടുത്ത ദിവസം ഒരു പണിഷ്മെന്റ് പോലെ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നു, നിങ്ങളോട് അടി ഉണ്ടാക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ടോക്സിക് ലൂപ്പിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു സംഭവം മനസ്സിലാവുന്നില്ല. സോ ഇതെല്ലാം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ വീണ്ടും ഈ വീഡിയോസ് കാണുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കാറ്റഗറിയിൽ ഇങ്ങനെ ഉണ്ടാവും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് ആളോട് ഈ പറഞ്ഞ പോലെ നമുക്ക് ആൾ നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കില്ല. നമ്മൾ പിന്നെയും ക്ഷമിച്ചു കൊടുത്ത് നമ്മുടെ സമയവും നമ്മുടെ എനർജിയും കളഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ഡൗട്ട്ഫുൾ ആയിരിക്കും, എന്താണ് ഇയാൾ ഇങ്ങനെ, പക്ഷേ ഇയാൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, എന്താണ് എന്നുള്ളൊരു സംഭവമാണ്. സോ നിങ്ങൾ ഇതൊക്കെ കാണുക, നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത്, ഹൗ ടു ഡീൽ വിത്ത് എ നാർസിസിസ്റ്റ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഫോളോ പാറോസെൽ ഫോർ മോർ സച്ച് കോണ്ടന്റ്സ്.